We invite our choir team for the invocation. May their words imbue us with wisdom and blessings as we embark on this celebratory ceremony. Now, it's our privilege and honor to introduce our esteemed principal, Joby Joseph Sir, our leader and the alumni of our parent organization, Visvesvaraya Institute of Engineering Technology, working in this organization for the past 15 years. His endless care, guidance, and support proved that he is a great leader and the pillar of our organization. Let's all welcome Joby Joseph Sir for the welcome speech. നമ്മുടെ ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലെ അധ്യക്ഷനായിരിക്കുന്ന തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ചെയർമാൻ ബഹുമാനപ്പെട്ട ടോം ടി ജോസഫ് സാർ, നമ്മുടെ ഈ കോളേജിൻ്റെ ഡയറക്ടർ ഡോക്ടർ എ ജെ പോൾ സാർ, അക്കാദമിക് ഡീൻ ബഹുമാനപ്പെട്ട മോളി ടീച്ചർ, PTA പ്രസിഡൻറ്റ് രാജു ചങ്ങളം, നമ്മുടെ ടോംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ സുജ ദേവി മാം, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഷെജിന മാഡം, നമ്മളുടെ ഗസ്റ്റായിട്ട് എന്നെത്തിയിരിക്കുന്ന PWD മിനിസ്റ്ററിൻ്റെ PSI സേവനമനുഷ്ഠിക്കുന്ന മോളമ്മ മാഡം, നമ്മുടെ അലുമിനിയാണ്. അതേപോലെ തന്നെ 2 അലുമിനീസും കൂടി ഉടനെ എത്തിച്ചേരും. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ഗ്രാമപഞ്ചായത്തുകളിൽ വർക്ക് ചെയ്യുന്ന 2 പേരും കൂടി എത്തിച്ചേരാറുണ്ട് നമ്മുടെ ഗസ്റ്റുകളായിട്ട്. ഇവിടെ ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ആദ്യമേ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പേരൻസിനും, അതേപോലെ തന്നെ 2, 3, 4 വർഷക്കാലമായിട്ട് ടോംസ് കോളേജിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി ഈ സ്ഥാപനം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുക. ഈ അവസരത്തിൽ നമ്മൾ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ അടുത്ത ഒരു ചുവടുവയ്പ്പിലേക്ക് നീങ്ങുകയാണ്. അത് ചില ആൾക്കാർക്ക് ഹയർ സ്റ്റഡീസാണ്, ചില ആൾക്കാർക്ക് ജോലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നുവിടേണ്ട കുറച്ച് കാര്യങ്ങൾ കോളേജിനുണ്ട്. അതിനകത്തൊരു കാര്യം, നമ്മൾ എവിടെ പോയാലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നമുക്കൊരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിധം ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷൻ മാത്രം മതിയാവും. പക്ഷെ ഒരു ജോലിയിൽ തുടരാൻ വേണ്ടിയിട്ട്
എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നൊരു സ്കിൽ ആവശ്യമാണ്. നിങ്ങളോട് പല പ്രാവശ്യം ഇവിടെയുള്ള മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്തിരിക്കുന്നൊരു പോയിൻ്റ് ആണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു പോയിൻ്റ് സംസാരിക്കാമെന്ന് ഞാൻ വെച്ചത്. തോമസ് കോളേജിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷണം എന്ന് പറയുന്നത് ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആണ് ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും. സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടതെന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി അക്കാദമിക് ഓറിയൻറ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞത്. വരുന്ന കുട്ടികൾ സന്തോഷമായിട്ടിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും കോളേജുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഒരുക്കി വയ്ക്കുന്നു. അവിടെ അക്കാദമിക്സിന് സെക്കൻഡറി ആയിട്ടുള്ള ചാൻസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പരിശ്രമം കൂടാതെ, ഇല്ലായെങ്കിൽ തിക്താനുഭവം കൂടാതെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ജീവിതമെന്ന് പഠിച്ചു വയ്ക്കുന്ന ഒരു സമൂഹമാണ്. ഇവിടെ ഇരിക്കുന്ന പേരൻസിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സൊസൈറ്റി അത്രയ്ക്ക് ജീവിക്കാൻ ഈസി ആയിട്ടുള്ളൊരു സൊസൈറ്റി അല്ല. നമ്മൾ ജോലി ചെയ്യുന്നിടത്തും കുടുംബത്തിലും എവിടെയായാലും നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേയേറെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കൂ. അതല്ലാതെ എല്ലാ ആൾക്കാരും നമ്മളെ കൈയടിച്ച് സ്വീകരിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു സ്വപ്നം കാണാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, തോമസ് കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് മറ്റെവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെക്കാൾ കുറച്ച് അധികമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കിട്ടി പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന പ്ലേസ്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് കമ്പനികൾ ഇന്ന ബ്രാഞ്ചുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും കുട്ടികളെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഇങ്ങോട്ട് വിളിച്ചു പറയുന്ന സന്ദർഭമുണ്ട്. നമുക്ക് കൊടുക്കാൻ പിള്ളേരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്കില്ല് മുമ്പോട്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. കാരണം ഞാൻ ഇവിടെ പ്രിൻസിപ്പളായിട്ട് 4-5 വർഷമായി, അധ്യാപകനായിട്ട് 15 വർഷമായി. ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന കുട്ടികളെ മാത്രമല്ല, ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്ന അധ്യാപകരെയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വന്ന് അവിടെ ഉറച്ച് എന്ന് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അവിടെയുള്ള പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കില്ല് നിങ്ങളിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കണം. എവിടെ പോയാലും, അത് പഠിക്കാൻ പോയാലും ശരി, ജോലി ചെയ്യാൻ പോയാലും ശരി. അതായത് ഇന്നലെ കിട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയറിലേക്ക് എത്താൻ നേരത്ത് ഡ്രോപ്പ് ഔട്ട് ആകുന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം 90% വരെയാണ് പല സ്ഥാപനങ്ങളിലും. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ ലാറ്റൻട്രിയുടെ ഡിപ്ലോമയുടെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അഡ്മിഷനെ സംബന്ധിച്ചിട്ട് എല്ലാ കോളേജുകളിൽ നിന്നും ഉള്ള ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് അനുസരിച്ച് ഞാൻ പറയുക എന്ന് പറഞ്ഞാൽ, പഠിക്കാൻ പോകുന്നൊരു കുട്ടിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എല്ലാവരും മറ്റൊരു കുറ്റപ്പെടുത്താം, പക്ഷെ അതല്ല കാര്യം എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് തന്നെ ഒരു ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? അത് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്ന് ആദ്യമേ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളോട് ഞാൻ ഒന്ന് അഡ്വൈസ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഹയർ സ്റ്റഡീസ് ആണ്, മറ്റൊന്ന് ജോലിയാണെന്ന് പറഞ്ഞു. ഇവിടെയുള്ള പേരൻസിനോട് കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു വരുമാനം ഉണ്ടായി, നിങ്ങളുടെ കുടുംബത്തിന് അതിന് മുതൽക്കൂട്ടാകും അല്ലെങ്കിൽ ആകണമെന്ന് ഉറപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ ഇപ്പോഴേ കുട്ടികളെ ജോലിക്ക് വിടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാവൂ. ജോലിക്ക് എതിരായതുകൊണ്ടല്ല പറയുക. പഠിക്കാൻ പറ്റുന്ന സമയത്തിന് അത്രയും കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഉത്തരവാദിത്വം പേരൻസ് ഏറ്റെടുക്കുക. കാരണം അവൻ്റെ വളർച്ചയുടെ മാക്സിമം എന്ന് പറയുന്നത് അവന് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ്റെ മാക്സിമത്തിന് അനുസരിച്ചിട്ടായിരിക്കും. അത് എനിക്ക് ഉള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഡിപ്ലോമ കഴിയുന്നവരുണ്ടാവും, ഡിഗ്രി കഴിയുന്നവരുണ്ടാവും.
എല്ലാ തലങ്ങളിലും ഹയർ സ്റ്റഡീസിന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ശ്രദ്ധിക്കുക, കുട്ടികളെ അങ്ങോട്ടൊന്ന് ഗൈഡ് ചെയ്യുക. ഇനി അതല്ല, ഒരു കുട്ടി നമ്മുടെ മകൻ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ജോലി കൊണ്ടായി കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റൂ, സ്വാഭാവികമായിട്ടും ജോലി തിരഞ്ഞെടുക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല, അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതല്ലാത്ത എല്ലാ പേരൻസും കുട്ടികളും ഈ ഒരു ഓപ്ഷൻ നോക്കണമെന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിട്ട് നിങ്ങളിപ്പോൾ പാസ് ഔട്ട് ആവുന്ന ബാച്ച് 2021 അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഡിപ്ലോമ സ്റ്റുഡൻസും 2020 അഡ്മിഷൻ എടുത്തിരിക്കുന്ന ബിടെക് സ്റ്റുഡൻസും, ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സീറ്റ് ആണെങ്കിൽ 2022 അഡ്മിഷൻ എടുത്തിരിക്കുന്നവരുമാണ്. ഈ 2020 മുതൽ മുമ്പോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 2020 ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരുപാട് തലങ്ങളിൽ വളർന്നിരിക്കുന്നു. 2021 എന്ന് പറയുന്ന അല്ലെങ്കിൽ 2020 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബിടെക്കിന് 4 ബ്രാഞ്ചുകളും ഡിപ്ലോമയ്ക്ക് 5 ബ്രാഞ്ചുകളും ഉള്ള ഒരു സമയമാണ്. അതിൽ നിന്ന് 2024 ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ബിടെക്കിൻ്റെ ബ്രാഞ്ചുകൾ തന്നെ 8ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമയുടെ ബ്രാഞ്ചുകൾ 7 ബ്രാഞ്ചുകളിലേക്ക്, 5 എന്നുള്ളത് 7ഉം ബിടെക് 4 എന്നുള്ളത് 8ലേക്കും നമ്മൾ ഇൻക്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും സ്ഥാപനം വളർന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് അഡീഷണലായിട്ട് ഉണ്ടായിരിക്കുന്ന ബിടെക് ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 4 ബ്രാഞ്ചുകളും, അതേപോലെ തന്നെ ഡിപ്ലോമയ്ക്കകത്ത് സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ബ്രാഞ്ചും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ചും ബിടെക്കിലും പുതിയ ഒരു കോഴ്സ്, അതാണ് നമ്മുടെ ഇപ്പോൾ വേദിയിൽ സന്നിധിയായിരിക്കുന്ന ആർട്സ് ആൻഡ് സയൻസിലെ ഡോക്ടർ സുജാദേവി എന്ന് പറയുന്ന മാഡം നമ്മുടെ ടോംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവിഷനും നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആർട്സ് ആൻഡ് സയൻസിൽ നമുക്ക് BCom, BBA, BCA, BA മൾട്ടിമീഡിയ, BSc സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞ 5 കോഴ്സുകളുമുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ ഒരു കോളേജിൻ്റെ സ്ട്രെങ്തിലേക്ക് നമ്മൾ കോഴ്സുകളുടെ എണ്ണത്തിനും കുട്ടികളുടെ എണ്ണത്തിനും വളർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്കും പേരൻസിനും നമ്മുടെ സമീപത്തുള്ള ആൾക്കാരോട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കോളേജായിട്ട് നമ്മുടെ കോളേജ് മാറണം. നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടായി വരേണ്ടതുണ്ട്. ഇനി നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് ഓരോ വർഷങ്ങളിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള കുട്ടികൾക്ക് അറിയാം. മുന്നോട്ട് പോകുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റി ഇൻക്രിമെൻറ്റ് നമ്മൾ വരുത്തിക്കൊണ്ടാണ് ഇരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മളുടെ പേരൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ IIT-യിലേക്ക് ഒരു വർഷം അയച്ചിരിക്കുന്ന എണ്ണത്തിൽ റെക്കോർഡിട്ട സ്ഥാപനമാണ്. അതേപോലെ NIT-കളിലും IIT-കളിലുമായിട്ട് ഒരുപാട് ഗേറ്റ് സ്കോർ ഉള്ള കുട്ടികൾ MTech-ന് അയച്ചിരിക്കുന്ന സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പിൻഗാമികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിൻഗാമിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയും അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിൻ്റെ അച്ചീവ്മെൻറ്റിലേക്കാണ് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം മറക്കണ്ട. നമ്മൾ ആ വളർച്ചയുടെ പാതയിലാണ്, നമ്മൾ അങ്ങോട്ട് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിനായിട്ട് ഡിപ്ലോമ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കോളേജ് എന്ന് പറയുന്നത് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തന്നെയാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കോൺവെക്കേഷൻ ഫംഗ്ഷൻ എത്രയും നേരത്തെ കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥാപനമാണത്. അതിന് കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ട കാര്യങ്ങളായി എത്രയും നേരത്തെ പോയി ജോലിയിൽ കയറണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇതിന് മുൻകൈ എടുത്ത് നടന്ന ഒരാളാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട ടോം സാർ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എല്ലാവരുടെയും വകയായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും പക്ഷമായിട്ട് ഞാൻ സാറിനെ ഏറ്റവും ഹാർദമായി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മളുടെ ഡയറക്ടർ ഡോക്ടർ AJ പോൾ സാറിനാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് സാർ നമ്മളുടെ കൂടെയുണ്ട്. പല കോളേജുകളിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസിന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരുടെ പേരിലും
എൻ്റെ സ്വന്തം വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക്, ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം പരിചയപ്പെടുത്തൽ നടത്താത്തതെല്ലാം നമുക്ക് അറിയാവുന്ന വ്യക്തിത്വമായതുകൊണ്ടാണ്, അറിയാവുന്ന ആൾക്കാരെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് ഒരു സുഖമല്ലാത്തത് കൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ അക്കാദമിക് ഡീൻ മോൾ ടീച്ചർക്കാണ്. ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും അത് വിജയപ്രദമായിട്ട് നടപ്പാക്കുന്നതും ടീച്ചറാണ്. ടീച്ചറിനെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ PTA പ്രസിഡൻറ്റ് രാജു ചെങ്ങളം സാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്ത് കല്യാണം വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഫംഗ്ഷൻ അങ്ങ് അറേഞ്ച് ചെയ്യാൻ നേരത്തെ മുൻകൂട്ടി ക്ഷണിക്കാൻ പോകാത്ത ഒരാളാണ് രാജു ചെങ്ങളം സാർ. പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ആവുന്ന, ഇന്നലെ വൈകുന്നേരമാണ് സാറിനോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഫംഗ്ഷനുണ്ട് വരണം. ഉറപ്പായിട്ടും വളരെയധികം ജോലി തിരക്കുണ്ട്. ഇന്ന് രാവിലെയും ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്, അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലൊരു കാര്യമായതുകൊണ്ട് തന്നെ സമയം പോയതിനെക്കുറിച്ചിട്ടോ വിളിക്കാൻ താമസിച്ചതിനെക്കുറിച്ചിട്ടോ ഒരു ആശങ്കയോ ഒരു പരിഭവമോ പറയാതെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് ഓടി വരുന്ന ആളാണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മളുടെ ടോംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സുജാ ദേവി മാമിനാണ്. മാം ഇവിടെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തിട്ടിപ്പം 2-3 മാസമാകുന്നതേ ഉള്ളൂ. ആർട്സ് ആൻഡ് സയൻസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന മാഡമാണ്. മാഡത്തെയും എല്ലാവരുടെ പേരിലും ഏറ്റവും ഹാർദമായി ഞാൻ ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഷിജിന മിസ്സിനെയും നമ്മുടെ ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഏറ്റവും ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഒന്നാമത് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ ക്ഷണിച്ച് നമ്മളിവിടെ വന്നിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്ത് രാവിലെ തന്നെ, കാരണം വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ശഠിക്കുന്ന ഒരു കോളേജാണ് ടോംസ് കോളേജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 9 മണിക്ക് നമ്മളിവിടെ എല്ലാവരും വരണമെന്ന് പറഞ്ഞു, 10 മണിക്ക് ഈ പറയുന്ന ഫംഗ്ഷൻ ആരംഭിക്കണമെന്നുമാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇച്ചിരി ഡിലേ ആയിട്ടുണ്ട്, പക്ഷേ വേദിയിലിരിക്കേണ്ട എല്ലാ ആൾക്കാരും ഈ 10 മണിക്ക് മുമ്പേ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പം അതിനകത്ത് 1-ാം സ്ഥാനത്തുള്ള ആളാണ് മോളമ്മ മാഡം. മോളമ്മ മാഡത്തെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ PWD മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ക്ഷണിച്ചിരിക്കുന്ന 3 പേരും പഠിച്ച കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ചേച്ചിമാരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചേച്ചിമാരെന്നും നിങ്ങൾക്ക് പറയാവുന്നവരാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുള്ള കോൺവെക്കേഷൻ ഫംഗ്ഷനിൽ പലപ്പോഴും നിങ്ങളായിരിക്കാം ഗസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ടി വരിക. അപ്പോൾ ഇവരെ ഈ പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മേഖലകൾ എവിടം വരെയാണ്, ഈ കോളേജിൽ ഇതിന് മുൻഗാമികൾ എത്തിപ്പെട്ടിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം വരുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇന്നത്തെ ഗസ്റ്റായിട്ട് എത്തിച്ചേരാൻ വേണ്ടി മനസ്സ് കാണിച്ച മോളമ്മ മാഡത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിയുടെ പേരിലും ഈ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ അടുത്ത 2 ഗസ്റ്റുകൾ മഞ്ജു KR, ശ്രീദേവി K, 2 പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. മഞ്ജു KR മുട്ടം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ശ്രീദേവി K പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇവർ 2 പേരും 2000-2004 ബാച്ചിൽ ഇവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ AIME പൂർത്തിയാക്കിയ ആൾക്കാരാണ്. ഇവരെ 2 പേരെയും നമ്മുടെ കോൺവെക്കേഷൻ ഫംഗ്ഷനിലേക്ക് ഏറ്റവും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ഒറ്റ വേടിൽ എല്ലാവർക്കും HODമാരുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, നമ്മളുടെ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പേരൻസ് ഉണ്ട്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പറയുന്ന ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.